നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈത്ത്. വിവിധ നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ട 1000-ലധികം പ്രവാസികളെ ഉടൻ നാടുകടത്താൻ ഒരുങ്ങുകയാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തെ തൊഴിൽ മേഖല നിയമാനുസൃതമാക്കുന്നതിനും അനധികൃത തൊഴിലാളികളെ കണ്ടെത്തി നാടുകടത്താനും സുരക്ഷാ ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് നിർദ്ദേശിച്ച പ്രകാരമാണ് നടപടി. പുതുവർഷത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ സുരക്ഷാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പ്രവാസികൾ പിടിക്കപ്പെട്ടത്. കസ്റ്റഡിയിലെടുത്തവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ നിയമപ്രകാരം നാടുകടത്താനുള്ള നടപടിയിലാണ്. തൊഴിൽ മേഖല നിയമാനുസൃതമാക്കുന്നത് അതുപോലെ ക്രമസമാധാനത്തിനും സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്ന് ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതോടെ കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് പേരെ നാടുകടത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ പ്രവാസികളെ നാടുകടത്തിയ വർഷമാണ് കഴിഞ്ഞുപോയത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 30 വരെയുള്ള കാലയളവിലെ കണക്കുകൾ പ്രകാരം 17,701 സ്ത്രീകൾ ഉൾപ്പെടെ 42,892 വിദേശികളെയാണ് നാടുകടത്തിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡീപ്പോർട്ടേഷൻ, ജുഡീഷ്യൽ ഡീപ്പോർട്ടേഷൻ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിൽ പെടുത്തിയാണ് നിയമലംഘകരെ നാടുകടത്തുന്നത്. കഴിഞ്ഞ വർഷം 582 പുരുഷന്മാരും 45 സ്ത്രീകളും ഉൾപ്പെടെ 627 പേർ ജുഡീഷ്യൽ നാടുകടത്തലിൽ ഉൾപ്പെട്ടു. 24,609 പുരുഷന്മാരും 17,686 സ്ത്രീകളും ഉൾപ്പെടെ 42,265 പേർ അഡ്മിനിസ്ട്രേറ്റീവ് നാടുകടത്തലിനും ശിക്ഷിക്കപ്പെട്ടു. ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവിന് പിന്നാലെ റെയ്ഡുകൾ ശക്തമാക്കിയതും സുരക്ഷാ വിഭാഗങ്ങളുടെ സജീവമായ നടപടികളുമാണ് നാടുകടത്തലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവിന് കാരണം. നാടുകടത്തപ്പെട്ടവരിൽ മിക്കവരും രാജ്യത്തേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇനി വർക്ക് പെർമിറ്റ് അനുമതി ലഭിക്കണമെങ്കിൽ കുവൈത്തിൽ സ്കിൽ ടെസ്റ്റ് നിർബന്ധമാണ്. പുതിയ വിസ അപേക്ഷകരും നിലവിലുള്ളവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുമ്പോഴും ടെസ്റ്റിന് ഹാജരാകണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. ഇതോടെ സ്കിൽ ടെസ്റ്റ് വിജയിച്ചില്ലെങ്കിൽ പ്രവാസികളുടെ ജോലി നഷ്ടപ്പെടും. പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതത് ജോലിയിൽ മികവ് പുലർത്തുന്നവരെ മാത്രം റിക്രൂട്ട് ചെയ്ത് തൊഴിൽ വിപണി ശക്തിപ്പെടുത്തുന്നതിനാണിത്. പരിശോധനയിൽ പരാജയപ്പെട്ടാൽ വർക്ക് പെർമിറ്റ് ലഭിക്കില്ല. നിലവിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾ ടെസ്റ്റിൽ തോറ്റാൽ ജോലി നഷ്ടപ്പെടും. ഇവർക്ക് തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ മറ്റു ജോലി കണ്ടെത്തുകയോ ചെയ്യേണ്ടി വരും. അതേസമയം പുതിയ നിയമം തിരിച്ചടിയാകുമോ എന്ന വലിയ രീതിയിലുള്ള ആശങ്ക മലയാളികൾക്കിടയിലുണ്ട്. അതേസമയം 71 വിസ ലഭിക്കാൻ ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യ ഏർപ്പെടുത്തിയ തൊഴിൽ നൈപുണ്യ പരിശോധനാ പദ്ധതി വിജയകരമായതോടെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഓരോ തൊഴിൽ രംഗത്തും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് സൗദി പരീക്ഷാ സമ്പ്രദായം കൊണ്ടുവന്നത്. ഈ തസ്തികകളിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ SVP സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കണം. സൗദി തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ തക്കാമുൽ വിഭാഗം കേരളത്തിൽ കൊച്ചിയിൽ വെച്ച് നേരിട്ട് പരീക്ഷ നടത്തുന്നുണ്ട്. 2023 ജൂൺ 1 മുതൽ 29 തൊഴിൽ വിസകൾക്ക് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തിയാണ് ഇന്ത്യയിൽ 1ാം ഘട്ടം സൗദി തുടങ്ങിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.